രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് 77 രൂപ ആയി വർദ്ധിച്ചിരിക്കുക. ഇതെങ്ങനെയാ സംഭവിച്ചത്? എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കും, നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തും ചെയ്യാത്ത ഒരു പരിപാടി മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സ്വീകരിച്ചു. എന്നിട്ടാണ് 2010 ജൂൺ മാസത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പെട്രോളിയം കമ്പനികൾക്ക് അവർ തന്നെ അവരുടെ പെട്രോളിയം സാധനങ്ങൾക്ക് വില നിശ്ചയിക്കാൻ ഗവൺമെന്റ് അധികാരം കൊടുത്തു. 2010 പെട്രോളിയം കമ്പനിക്ക് ഇന്ത്യയിലെ ഭാരത പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കമ്പനി തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് 8-10 കമ്പനികൾ ഇന്ത്യയിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വൻ കോർപ്പറേറ്റിംഗ് മാനേജ്മെന്റുകൾ നടത്തുന്നതാണ്. അവർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ടായിരുന്നു 2010